ഡോക്ടർ മോഹൻ വർഗീസ്, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും പുതിയ ഭീഷണി വീണ്ടും ഇറാന്റെ ആണവ പദ്ധതിയെ ചുറ്റിപ്പറ്റിയാണ്. നഥാൻസ് ആണവ സമുച്ചയത്തിന് സമീപമുള്ള കനത്ത സുരക്ഷയുള്ള ഭൂഗർഭ സ്ഥലമായ പിക്കാക്സ് എന്ന പർവ്വതത്തെ ലക്ഷ്യമിടുമെന്നാണ് ട്രംപിന്റെ ഏറ്റവും പുതിയ ഭീഷണി. കഴിഞ്ഞ വർഷം നടന്ന US ആക്രമണങ്ങളെ ഈ കേന്ദ്രം അതിജീവിച്ചതാണ്. നമ്മൾ മുൻപ് വീഡിയോ ചെയ്തതുമാണ്. ഭൂനിരപ്പിൽ നിന്ന് ഏകദേശം 330 അടി ആഴത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഈ തുരങ്ക സമുച്ചയം അമേരിക്കൻ ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക് പോലും തകർക്കാൻ സാധിക്കാത്തത്ര സുരക്ഷിതമാണ് എന്ന് US ഉദ്യോഗസ്ഥരെയും വിദഗ്ധരെയും ഉദ്ധരിച്ച് റോയിട്ടേഴ്സും വാഷിംഗ്ടൺ പോസ്റ്റും ഉൾപ്പെടെയുള്ള വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഭൂഗർഭ സമുച്ചയം നശിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടാലും പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളുടെ ഒരു പരമ്പരയ്ക്ക് ബങ്കർ ബസ്റ്റർ ആക്രമണം കാരണമാകുമെന്ന് ശാസ്ത്രജ്ഞർ ആശങ്കപ്പെടുന്നുമുണ്ട്. ഭൂഗർഭ അടിസ്ഥാന സൗകര്യങ്ങളിൽ നിന്ന് പുറത്തുവരുന്ന സിലിക്ക, സിമന്റ് പൊടി, ഘനലോഹങ്ങൾ എന്നിവയുടെ സൂക്ഷ്മ കണികകൾ ഇവയൊക്കെ കാറ്റിലൂടെ ജനവാസ മേഖലകളിലേക്ക് എത്തുന്നത് അപകടകരമാണ് എന്ന മുന്നറിയിപ്പുമുണ്ട്. അതായത് യുദ്ധം അവസാനിച്ചാലും ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഏറെക്കാലം തുടരും. ഇത് ഇറാനിൽ ഒതുങ്ങില്ല എന്നതും പശ്ചിമേഷ്യയെ ആശങ്കപ്പെടുത്തുന്നതല്ലേ? അപ്പോൾ ട്രംപ് വലിയ സാഹസത്തിന് മുതിരുമോ? ഒപ്പം ഈ പിക്കാക്സിന്റെ പ്രത്യേകത എന്താണ്? പിക്കാക്സിൻ്റെ പ്രത്യേകത? അത് നമുക്ക് ഏറ്റവും അവസാനം കൈകാര്യം ചെയ്യാം. പക്ഷേ ഈ പ്രസ്തുത തുരങ്ക ശൃംഖല അത് നഥാൻസ് എന്ന ഇറാൻ്റെ വലിയ ആണവ പദ്ധതിയാണ്. അതിന് സമീപമുള്ള തുരങ്കങ്ങളുടെ ഒരു ശൃംഖലയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ 330 അടി വരെ താഴെയുള്ള ഒരു സീരീസ് ഓഫ് ടണൽസ്. അത് നല്ല ഒന്നാന്തരം ഹൈഡ് ഔട്ടാണ്. അവിടെ ആയുധങ്ങൾ സൂക്ഷിക്കാം, അവിടെ വേണമെങ്കിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം വേണമെങ്കിൽ കരുതി വയ്ക്കാം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈ ബാഹ്യ കണ്ണുകൾക്ക് ഗോചരമല്ലാത്ത രീതിയിൽ എന്ത് നീക്കവും നടത്താൻ കഴിയും. അതുകൊണ്ട് ആ തുരങ്കങ്ങൾ മുകളിൽ നിന്ന് ആക്രമിച്ച് നേരിട്ട് തവിട് പൊടിയാക്കണമെങ്കിൽ അമേരിക്കയുടെ ബങ്കർ ബസ്റ്ററുകൾക്കൊക്കെ പെനിട്രേറ്റ് ചെയ്യാവുന്നത് ഭൂമിയിൽ ഏതാണ്ട് 30 അടി വരെ താഴേക്ക് പോകാം, പരമാവധി 60 അടി വരെ എന്ന കണക്കുകളുമുണ്ട്. ഇത് 300 ചില്ലുവാനം അടി വരെ താഴെയുള്ള തുരങ്കങ്ങളെ തൊടാനാവില്ല. അപ്പം അങ്ങനെയെങ്കിൽ അമേരിക്കൻ മെറീനുകൾക്ക് അല്ലെങ്കിൽ അമേരിക്കൻ ഫോഴ്സസിന് കരയിൽ കടന്നു കയറി നഥാൻസിൻ്റെ സമീപ പ്രദേശം വരെ എത്തി ആ പിക്കാക്സ് മേഖല മുഴുവൻ വളഞ്ഞതിന് ശേഷം ആ തുരങ്ക സമുച്ചയത്തെ ലക്ഷ്യമാക്കാൻ കഴിയും വേണമെങ്കിൽ. പക്ഷേ അതിപ്പോൾ പദ്ധതി അതൊന്നും സാധിക്കില്ലെന്ന് നമുക്കറിയാം. അപ്പോൾ പിന്നെയുള്ള വഴി എന്താണ്? നിരന്തരം ബങ്കർ ബസ്റ്റർ ബോംബുകൾ നിരന്തരം ഒന്നിന് മീതെ ഒന്നായി ഒരേ ട്രാക്കിലൂടെ മുകളിൽ നിന്നും വീണ്ടും 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 ഒരേ സ്പോട്ടിലേക്ക് ആക്രമിക്കുക വഴി പരമാവധി ആഴത്തിലെത്താൻ കഴിയും. ഈ തുരങ്ക ശൃംഖലയുടെ മുഖമൊക്കെ പൂർണ്ണമായി വികൃതമാക്കിയെടുക്കാനും ഡൈലാപ്പിഡേറ്റഡ് ആക്കാനും കഴിയും എന്ന ഒരു ചിന്തയിൽ നിന്നുകൊണ്ടാണ് ആ ആക്രമണ പദ്ധതിയെക്കുറിച്ച് അമേരിക്ക ഇപ്പോൾ ആലോചിക്കുന്നത്. അങ്ങനെയുള്ള ആലോചന വ്യാപകമായി ഇപ്പോൾ സംസാരിക്കുന്നു. കാരണം ഒരു രീതിയിലും ഇറാനെ കൊണ്ട് ആണവ പദ്ധതിയിൽ നിന്ന് പിന്മാറ്റിപ്പിക്കാൻ കഴിയുന്നില്ല ചർച്ചകളിലൂടെ. അതുമാത്രമല്ല, സമ്പുഷ്ടീകരിച്ച യുറേനിയം ഏതാണ്ട് 450ഓളം കിലോഗ്രാം സമ്പുഷ്ടീകരിച്ച യുറേനിയം അവരെവിടെയാണ് ഭദ്രമായി ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്? അതിൻ്റെ മേലുള്ള നിയന്ത്രണം ഇറാൻ ഉണ്ടാവരുത്. അതിന്നല്ലെങ്കിൽ നാളെ ആണവ ബോംബായി, വളരെ ക്രൂഡ് കാറ്റഗറിയിലുള്ള ആണവ ബോംബുകളായി അത് രൂപാന്തരപ്പെടും എന്നതാണ് ചിന്ത. 60% സമ്പുഷ്ടീകരണത്തിൽ നിന്നും 90%-ലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് സർവനാശകരമായ കാര്യമാണ്. അതിനുള്ള ഡെലിവറി സംവിധാനം അത് മിസൈലുകളുടെ രൂപത്തിൽ ഇറാൻ ഉള്ള സ്ഥിതിക്ക് തീർച്ചയായും അവർ ഇസ്രായേലിന് നേരെ ടാർഗറ്റ് ചെയ്യുമെന്നതാണ് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഭീതി. അങ്ങനെയെങ്കിൽ കരാറിലൂടെ സാധിക്കാത്തത് ബലപ്രയോഗത്തിലൂടെ സാധിക്കും എന്ന ഒരു ചിന്തയാണ്, അതൊരു ഓപ്റ്റിമിസമാണ്. ആ ഓപ്റ്റിമിസം രണ്ടാവർത്തി നമ്മൾ കണ്ടതാണ്. 2025 കഴിഞ്ഞ വർഷം ജൂൺ മാസം മധ്യത്തിൽ അമേരിക്ക ജോയിൻഡ് ഇസ്രായേൽ ഇൻ അറ്റാക്കിംഗ് നഥാൻസ്, ഫർദോ ആൻഡ് ഇസ്ഫഹാൻ. ഈ 3 പ്രദേശങ്ങളിലുള്ള ആണവ നിലയങ്ങൾക്ക് നേരെ ബങ്കർ ബസ്റ്റർ ഉൾപ്പെടെയുള്ള ബോംബുകൾ ഉപയോഗിച്ച്. അന്നേരമാണല്ലോ നമ്മൾ B-2 ബോംബേഴ്സിനെ കുറിച്ച് കേൾക്കുന്നത്. മറ്റേ B-52 ബോംബേഴ്സ് എന്ന് പറഞ്ഞാൽ വലിയ ബോംബേഴ്സാണ്. അത് പരമ്പരാഗതമായ ബോംബുകൾ വർഷിക്കുന്നതാണ്. ബങ്കർ ബസ്റ്ററുകൾ വർഷിക്കാൻ B-2 ബോംബേഴ്സ് സ്റ്റെൽത്ത് ബോംബേഴ്സാണ്. അത് ഒരിക്കൽ പോലും തകർക്കാനാവില്ല എന്ന് അമേരിക്ക അഭിമാനിക്കുന്ന വലിയ പ്രഹരശേഷിയുള്ള ദീർഘദൂരം പറക്കാൻ കഴിയുന്ന അത്യന്താധുനികമായ വിമാനങ്ങളാണ് B-2 ബോംബേഴ്സ്. അത് അങ്ങ് ഡിഗോഗാർഷിയിലുള്ള അകലെയുള്ള ഡിഗോഗാർഷിയിൽ നിന്നും പറന്നെത്താം അമേരിക്കൻ താവളമാണ്. അതുമല്ലെങ്കിൽ അമേരിക്കയുടെ മെയിൻലൻഡ് ടെറിട്ടറിയിൽ നിന്നും പലതവണ റീഫ്യൂലിംഗ് നടത്തി
പറന്നെത്താൻ കഴിയും. ആ ഒരു കഥകളൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം കേട്ടതാണ്. ആ ബങ്കർ ബസ്റ്ററുകൾക്ക് കാര്യമായ ഡാമേജ് വരുത്താൻ കഴിഞ്ഞിട്ടില്ല. സെൻട്രിഫ്യൂഗുകളെ പൂർണ്ണമായി തകർക്കാൻ, നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ ആണവ വികിരണവും ഉണ്ടായിട്ടില്ല. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ ഈ കണക്കുകൾ അല്ലെങ്കിൽ അവരുടെ നിരീക്ഷകർ പറയുന്നത് അവിടെ നിന്നും ആണവ വികിരണമൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം ബുഷഹയർ ആണവ നിലയത്തിൽ നിരന്തരമായി ആക്രമണം നടക്കുന്നു. ഇപ്പോൾ ഈ റൗണ്ട് ഓഫ് അറ്റാക്കിൽ 2026 ഫെബ്രുവരി 28 തുടങ്ങിയ അറ്റാക്കിൽ ഏതാണ്ട് എല്ലാ ദിവസവും എന്നും മട്ടിൽ ഈ ബുഷഹയർ ആണവ നിലയത്തിലേക്ക് അവിടെ നിന്നുള്ള വികിരണം ഉണ്ടായാൽ അത് ഇറാഖിലേക്കും കുവൈറ്റിലേക്കും ഒക്കെ നീളാൻ സാധ്യതയുള്ള കാര്യമാണ്. അതുകൊണ്ട് ആണവ നിലയങ്ങളോ അതിന് ചുറ്റുപാടുമുള്ള സംവിധാനങ്ങളോ ആക്രമിക്കുമ്പോൾ 100 വട്ടം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുമാത്രമല്ല, മറ്റൊരു കാര്യം കൂടി ഇതുകൊണ്ടുണ്ടാകുന്നത്, ഇനി ആക്രമിക്കാൻ തന്നെ തീരുമാനിച്ചുവെങ്കിൽ ആഴത്തിൽ 300 അടിയിലധികം ആഴത്തിൽ ചെല്ലുന്ന ബോംബുകൾ നിരന്തരമായി വർഷിച്ച് ആ പ്രദേശമെല്ലാം തന്നെ ഉൽക്കാപതനത്തിലൊക്കെ സംഭവിക്കുന്നത് പോലെ ഭയങ്കരമായ, പൂർണ്ണമായും ആ പ്രദേശത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറുന്ന, ആ ഭൂമിയുടെ കിടപ്പ് തന്നെ മാറുന്ന, ഒരുപക്ഷെ ഗ്രൗണ്ടിന് അടിയിൽ വലിയ രീതിയിലുള്ള ഭ്രംശ മേഖലകൾ രൂപപ്പെടുന്ന രീതിയിൽ ആക്രമണം, ഉപരിതലത്തിൽ നിന്ന് ആക്രമണം വന്നു കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാകാവുന്ന ഭൂചലനങ്ങൾ, ചെറിയ തോതിലുള്ള ഭൂകമ്പങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒന്നും വേണ്ട, ഇതിൻ്റെ പൊടിപടലങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സിലിക്ക ഉൾപ്പെടെയുള്ള മണൽത്തരികളാണ്. അതുമല്ലെങ്കിൽ ഫൈൻ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആണ്. അതുമാത്രമല്ല വിഷവാതകങ്ങളുണ്ടാവും. ഇതെല്ലാം വലിയ തോതിൽ അന്തരീക്ഷത്തിലേക്ക് ബഹിർഗമിപ്പിക്കും. അങ്ങനെ വരുമ്പോൾ ആ പ്രദേശം മുഴുവൻ തന്നെ 2 ദിവസങ്ങളോളം അവിടെ കാർമേഘ പടലങ്ങൾ നിൽക്കുന്ന, അവിടുത്തെ പരിസ്ഥിതി തന്നെ മാറുന്ന കാര്യമാണ്. നമുക്കറിയാമല്ലോ, യുദ്ധമാണ് ലോകത്തെ ഏറ്റവും വലിയ പൊല്യൂട്ടൻ്റ്, അല്ലേ, ലാർജസ്റ്റ് പൊല്യൂട്ടൻ്റ്. അത് എയർ പൊല്യൂഷനോ മറ്റ് പൊല്യൂഷനോ ഒന്നുമല്ല, യുദ്ധമാണ്. ആ യുദ്ധത്തിൻ്റെ അടിസ്ഥാന പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ മൈൻഡ് പൊല്യൂഷനാണ്. നമ്മുടെ ഏറ്റവും വലിയ മാലിന്യങ്ങളുടെ ഉറവിടം എന്ന് പറയുന്നത് മനുഷ്യ മസ്തിഷ്കമാണ്. മനുഷ്യ മസ്തിഷ്കത്തിൽ ജനിക്കുന്ന ഒരു സങ്കല്പമാണ് യുദ്ധം, ബലപ്രയോഗം എന്നൊക്കെ. അത് ഭൗതികമായി യുദ്ധത്തിൻ്റെ രൂപത്തിൽ മിസൈലുകളായി, റോക്കറ്റുകളായി, ബങ്കർ ബസ്റ്റർ ബോംബുകളായി പെയ്തിറങ്ങുമ്പോൾ നശിക്കുന്നത് പ്രകൃതിയാണ്, ജീവനാണ്, സമൃദ്ധമായ ജീവനാണ്. അത് ഒരുപക്ഷെ യുദ്ധവിജയത്തിന് വേണ്ടി എന്തു മാർഗവും ഉപയോഗിക്കാം, ഭൂമിയെ ഏത് രീതിയിലും വികലമാക്കാം, മനുഷ്യജീവന് യാതൊരു വിലയുമില്ല എന്ന രീതിയിൽ പോവുകയാണ്. നോക്കൂ, എൻവയൺമെൻ്റൽ കാറ്റസ്ട്രോഫി എന്ന് പറഞ്ഞാൽ ഈ ഭൂമുഖത്തിന് തന്നെ ഗതി മാറിപ്പോയത്, ഈ അറിയപ്പെടുന്ന സ്പീഷീസുകളുടെ വലിയ പങ്കും നഷ്ടപ്പെട്ടു പോയത് 6 കോടി വർഷം മുൻപ് ഇന്നത്തെ ഈ ഒരു മെക്സിക്കൻ ആ പ്ലേറ്റിൽ, അല്ലെങ്കിൽ ആ ഗൾഫ് ഓഫ് മെക്സിക്കോ പ്രദേശത്തിനടുത്ത് വന്നു വീണ വലിയ ഒരു ഉൽക്കയാണ്. അങ്ങനെയാണ് ഡൈനോസറുകൾ മരിക്കുന്നത്. അവിടെ മാത്രമുള്ളതല്ല ഡൈനോസറുകൾ, ഭൂമുഖത്താകമാനം ഉണ്ടായിരുന്ന ഡിനോസോർ വംശങ്ങൾ പൂർണ്ണമായി വംശനാശം സംഭവിക്കുകയും പിന്നീട് പരിണാമത്തിന് വിധേയമായി പുതിയ ജീവവർഗ്ഗങ്ങളായി മാറുകയും ഒക്കെ ചെയ്തത് ബയോളജി ക്ലാസ്സുകളിലൊക്കെ ചെറുപ്പത്തിൽ എല്ലാവരും എന്നെ കേൾക്കുന്ന പ്രേക്ഷകർ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പം അതുകൊണ്ട് പൂർണ്ണമായ ജീവനാശം ഉണ്ടാകാൻ തക്ക വലിപ്പം ഒരുപക്ഷെ ഇങ്ങനെയുള്ള ആക്രമണത്തിനുണ്ടാവില്ല. പക്ഷേ ഇതുകൊണ്ട് ഉണ്ടാക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വലിയ തോതിൽ ഡെബ്രി, അല്ലെങ്കിൽ അവശിഷ്ടങ്ങൾ, അല്ലെങ്കിൽ പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിലേക്ക് ഉയരും, വളരെ ഉയരത്തിലേക്ക് പോകും. ഇത് വലിയ പാളികളായി അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുകയും കാർമേഘം പോലെ അത് രൂപപ്പെടുകയും അതുകൊണ്ട് സൂര്യരശ്മി പോലും ഭൂമിയിൽ പതിക്കാനാവാത്ത രീതിയിൽ പൊടിപടലങ്ങളാൽ ഭൂമുഖം മാറുകയും ചെയ്തതാണ് ഉൽക്കാപതനങ്ങളിലൂടെ കണ്ടത്. അത്രയൊന്നും തീവ്രത ഉണ്ടാവില്ല എങ്കിൽ പോലും പ്രാദേശികമായി അയൽ രാജ്യങ്ങളിലേക്ക് വരെ നീളാവുന്ന രീതിയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകാം, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകാം, രോഗങ്ങൾ ഉണ്ടാകാം. നമുക്കറിയാമല്ലോ, ജപ്പാനിലൊക്കെ ഹിരോഷിമയിലെ ആണവ സ്ഫോടനം, നാഗസാക്കിയിലെ ആണവ സ്ഫോടനം, അതുണ്ടാക്കിയ വികിരണങ്ങൾ തലമുറ ഇപ്പോൾ 3-4 തലമുറ കഴിഞ്ഞിരിക്കുന്നു. അത്രയും തലമുറകളെ ബാധിച്ചിരിക്കുന്നത് നമുക്കറിയാവുന്നതാണ്. അതുമാത്രമല്ല, ഫുകുഷിമ ആണവ നിലയത്തിൽ സംഭവിച്ച ചോർച്ച, അത് സുനാമി കൊണ്ട് സംഭവിച്ച കലാമിറ്റി, ഇതൊക്കെ കൊണ്ടുണ്ടാകുന്ന വികിരണങ്ങൾ മത്സ്യസമ്പത്തിനെ പോലും ബാധിച്ചത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഏതെങ്കിലും കാരണവശാൽ ഇത് നെഥാൻസിലെ ആണവ നിലയത്തിന് സമീപമുള്ള പ്രദേശമാണ്. അവിടെ ആണവ വികിരണം ഏതെങ്കിലും കാരണവശാൽ ആണവ വികിരണം ഉൾപ്പെടെ ഉണ്ടായാൽ അത് ഇറാൻ്റെ പ്രശ്നം മാത്രമായിരിക്കില്ല, മാനവരാശിയുടെ പ്രശ്നമായിരിക്കും. ഇനി നമുക്ക് ആ പ്രദേശത്തെ കുറച്ചുകൂടി അടുത്തറിയാൻ ശ്രമിക്കാം. പിക്കാക്സിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി. പിക്കാക്സ് എന്നത് നമ്മൾക്കറിയാമല്ലോ, ഈ വെട്ടാനും കുത്താനും കിളയ്ക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന, മണ്ണിളക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ആയുധം എന്ന നിലയിലാണ് നമ്മൾ പിക്കാക്സ് എന്ന് കേൾക്കുന്നത്. ഇതൊരു മൗണ്ടൻ
റേഞ്ചാണ്. ഇറാൻ്റെ ഏതാണ്ട് മധ്യഭാഗത്തുള്ള ഒരു വലിയ മൗണ്ടൻ റേഞ്ചാണ്. സാഗ്രോസ് മലനിരകളുടെ ഒരു ഭാഗമാണ് അത്. നഥാൻസ് ആണവ നിലയത്തിൻ്റെ തെക്ക് പ്രദേശത്ത് ഉള്ള ഒരു വലിയ കോംപ്ലക്സ് ആണ്. അതൊരു ന്യൂക്ലിയർ കോംപ്ലക്സ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. ആണവ ആയുധ നിർമ്മാണവുമായും ആണവ സമ്പുഷ്ടീകരണവുമായും ബന്ധപ്പെട്ട സെൻട്രിഫ്യൂജുകൾ, അതിൻ്റെ നിർമ്മാണമാണ് അവിടെ നടക്കുന്നത് എന്നാണ് ഇറാൻ ക്ലെയിം ചെയ്യുന്നത്. പക്ഷേ അതല്ല, പൂർണ്ണമായ യുറേനിയം സമ്പുഷ്ടീകരണം അതീവ രഹസ്യമായി അവിടെ നടക്കുന്നു എന്നാണ് അമേരിക്ക വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് അമേരിക്കയ്ക്ക് റിപ്പോർട്ടുകൾ കിട്ടിയിട്ടുള്ളത്. അമേരിക്കയുടെ ചാരന്മാർ, ഏജൻസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തകൃതിയായി ഇത്രയും ആക്രമണം നടന്നിട്ടും ആ പ്രദേശത്ത് വലിയ ആക്രമണം, നഥാൻസിൽ വലിയ ആക്രമണം നടന്നിരുന്നു 2025 ജൂണിൽ. എന്നിട്ടും പൂർണ്ണമായി അത് നശിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് വി വിൽ ഗിവ് എ നൈസ് ബിഗ് ഫാറ്റ് ഷോക്ക് എന്നാണ് പറയുന്നത്. അതായത് ഒരു ആക്രമണത്തിലൂടെ, വൻപൻ ആക്രമണത്തിലൂടെ അതിൻ്റെ ഫേസ് തന്നെ, ആ ഗുഹാമുഖത്തേക്ക്, ഗുഹയെന്ന് പറയുന്നത് ശരിയല്ല, അത് വലിയ ദീർഘമായ ചേംബേഴ്സാണ്. അതായത് അവിടെ ലിവിങ് ചേംബേഴ്സ് ഉണ്ടാകണം. അത് മാത്രമല്ല, ഈ തുരങ്കങ്ങൾ, അങ്ങോട്ട് തലങ്കും വിലങ്കും നീളുന്ന തുരങ്കങ്ങൾ, പ്രായോഗികമായി പറയുമ്പോൾ അത് വലിയൊരു ഹൈഡ് ഔട്ട് കൂടി ആകണം. അതിൻ്റെ മുകളിൽ മലനിരകളാണ്, സാഗ്രോസ് മലനിരകൾ. അതാണ് ഏതാണ്ട് പൂർണ്ണമായി ഗ്രാനൈറ്റാണ്. ചില ഭാഗങ്ങളിൽ 100 മീറ്റർ താഴേക്ക് വരെ ഗ്രാനൈറ്റാണ്, ചില ഭാഗങ്ങളിൽ 600 മീറ്റർ. അപ്പം 100 മീറ്ററിനും 600 മീറ്ററിനും ഇടയിലുള്ള അത്രയും വിഡ്ത്തിൽ, അത്രയും തിക്നെസ് ഉള്ള ഗ്രാനൈറ്റാണ്, പാറകളാണ്, കടുത്ത കരിങ്കല്ലാണ്. ഈ പാറകൾ തുരന്ന് വേണം ഈ തുരങ്കങ്ങളിലേക്ക് പ്രവേശിക്കാൻ, അല്ലെങ്കിൽ തുരങ്കങ്ങളിലേക്ക് സ്ഫോടന വസ്തുക്കൾ എത്തിക്കാൻ. അതൊന്നും മനുഷ്യസാധ്യമായ, ഇന്നത്തെ ടെക്നോളജി വെച്ച്, അമേരിക്കയുടെ ടെക്നോളജി വെച്ച് സാധ്യമാകുന്ന കാര്യമേ അല്ല. പരമാവധി ചെയ്യാൻ സാധിക്കുന്നത് തുരങ്കമുഖം, അതിലേക്ക് പ്രവേശിക്കാൻ, മനുഷ്യൻ പ്രവേശിക്കാൻ, അല്ലെങ്കിൽ വാഹനങ്ങൾക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ അവിടേക്ക് പ്രവേശിക്കണമെങ്കിൽ പ്രവേശന കവാടങ്ങൾ, അതൊരു വൾണറബിൾ പോയിൻ്റാണ്. അപ്പോൾ പോയിന്റ് ഓഫ് എൻട്രി തിരഞ്ഞുപിടിച്ച് ആ പ്രദേശം ആക്രമിക്കുക എന്നതാവാം അമേരിക്കയുടെ ഒരു തന്ത്രം. പക്ഷേ എന്ത് സംഭവിച്ചാലും ആ തുരങ്കം പൂർണ്ണമായി നശിപ്പിക്കാനാവില്ല എന്ന് നിശ്ചയമാണ്. അത് മാത്രമല്ല, പല എക്സിറ്റ് റൂട്ടുകളും, വളരെ നിഗൂഢമായ മൗണ്ടൻ റേഞ്ചസ് ആണ് സാഗ്രോസ് മൗണ്ടൻസ്. ഇറാന് വലിയ സുരക്ഷ നൽകുന്ന ഭൂമിശാസ്ത്രപരമായ ഘടകവും സാഗ്രോസ് മൗണ്ടൻസ് ആണ്. സാഗ്രോസ് മൗണ്ടൻ്റെ തെക്ക് ഭാഗം അത് നെടുക ഇങ്ങനെ പേർഷ്യൻ ഗൾഫിന് അഭിമുഖമായി നിൽക്കുകയാണ്. അതിൻ്റെ മറുഭാഗത്താണ്, അതായത് അതിൻ്റെ മൗണ്ടൻ റേഞ്ചസിൻ്റെ വടക്കൻ ഭാഗം, അതായത് ഇറാൻ്റെ ഏതാണ്ട് കേന്ദ്രഭാഗം, അതിനോട് ചേർന്നാണ് നഥാൻസ് എന്ന് പറയുന്ന നഗരം. അതിനെ ഒരു ന്യൂക്ലിയർ സിറ്റിയായിട്ട് തന്നെയാണ് കാണുന്നത്. അതിൻ്റെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ തുരങ്ക ശൃംഖല അമേരിക്ക ഏറെക്കാലമായി നോട്ടം വെച്ചിട്ടുള്ളതാണ്. പക്ഷേ അവിടേക്ക് എങ്ങനെ കടന്നു ചെല്ലണം, എങ്ങനെ ആക്രമിക്കണം എന്നതിനെക്കുറിച്ച് ഒരു സൂചനയില്ല. ഇപ്പോൾ പരസ്യമായി തന്നെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, ഞങ്ങളുടെ ലക്ഷ്യം പിക്കാക്സ് ആണ്. പിക്കാക്സിലേക്ക് ആണവ ശാസ്ത്രജ്ഞന്മാർ ആരും തന്നെ പുറത്തുനിന്ന് പ്രവേശിച്ചിട്ടില്ല. അതായത് യുണൈറ്റഡ് നേഷൻസിൻ്റെ IAEA, ഇൻ്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയുടെ പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ അവരുടെ നിരീക്ഷണങ്ങൾക്ക് വിധേയമല്ലാത്ത ഇറാനിലെ ഒരു പ്രദേശമാണ്. അതുകൊണ്ട് അവിടുത്തെ നിഗൂഢതകളുടെ ചുരുള് ഞങ്ങൾ അഴിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് കടന്നു ചെല്ലാനാവാത്തത് കൊണ്ട് ഞങ്ങൾ ആകാശമാർഗം ആ പ്രദേശമാകമാനം ബോംബ് ചെയ്യും എന്ന ഭീഷണിയാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം സംഭവിച്ചാൽ അതുമായി ബന്ധപ്പെട്ട വികിരണം മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് ഈ വൻതോതിൽ പാറ പൊടിയുന്ന ഒരു കാര്യം ആലോചിക്കൂ. ചെറിയ നമ്മൾ പാറമടകളിൽ പാറ പൊട്ടിക്കുന്നത് പോലെയല്ല ഇത്. ബങ്കർ ബസ്റ്റർ ബോംബുകളിലൂടെ പാറ സ്ഫോടനം ഉണ്ടാകുമ്പോൾ ആഴത്തിലിറങ്ങും. ഇപ്പം 600 മീറ്റർ ആഴം പോയിട്ട് 60 മീറ്റർ പോലും ഇറങ്ങാനാവില്ല. പക്ഷെ ആ രീതിയിൽ ആഴത്തിലുള്ള തുരങ്കങ്ങൾ, അപ്പോൾ ആ രീതിയിലുള്ള തുരങ്കങ്ങളെ ലക്ഷ്യം വെക്കുകയാണ് എങ്കിൽ അമേരിക്കയ്ക്ക് വല്ലാതെ അധ്വാനിക്കേണ്ടി വരും എന്നതാണ് കാര്യം. അതുകൊണ്ട് ഇറാൻ എന്താണ്, ഇത് മാത്രമായിരിക്കില്ല, മറ്റ് തുരങ്കങ്ങളുണ്ടാകാൻ നമുക്കൊരു സൂചന കൂടി ഉണ്ട്. ഈ തുരങ്കങ്ങൾ ഹമാസ് എന്തുകൊണ്ട് വളരെ ഓപ്പൺ ഫീൽഡ്, ഇറാനെ പോലെ നിമ്നോന്നതമായ ഭൂമിയല്ല ഗാസയുടെ മണ്ണെന്ന് ഓർക്കണം. കേവലം 368 ചതുരശ്ര കിലോമീറ്റർ മാത്രമുള്ള ഒരു ചെറിയ എൻക്ലേവാണ്. അവിടെ എന്തുമാത്രം തുരങ്കങ്ങളാണ്. പൂർണ്ണമായി ഇസ്രയേലിന് എല്ലാ തുരങ്കങ്ങളെയും കണ്ടെത്താനോ ഫ്ലഷ് ഔട്ട് ചെയ്യാനോ പോലും കഴിഞ്ഞിട്ടില്ല. ദീർഘകാലം നീണ്ടുനിന്ന ഇസ്രയേലി അധിനിവേശ കാലത്ത് പോലും, അല്ലെങ്കിൽ ഓക്കുപേഷൻ്റെ കാലത്ത്, യുദ്ധത്തിൻ്റെ കാലത്ത്. അപ്പോൾ പിന്നെ മഹാരാജ്യമായ വലിയ വിസ്തൃതിയുള്ള ഈ വലിയ കടുത്ത ഭൂപ്രകൃതിയുള്ള മലനിരകളുള്ള ഹൈഡ് ഔട്ട്സ് ഉള്ള ഇറാൻ്റെ
തുരങ്കങ്ങളിലെല്ലാം കടന്നു ചെന്ന് അവിടെയെല്ലാം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആയുധങ്ങളോ സെൻട്രിഫ്യൂഗുകളോ അല്ലെങ്കിൽ സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ എല്ലാം ഫ്ലഷ് ഔട്ട് ചെയ്യാനോ നശിപ്പിക്കാനോ അമേരിക്ക വിചാരിക്കുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല എന്നുകൂടി മനസ്സിലാക്കുക.